അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അതെ, അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു വേഷം വേണം, നീ ആ വേഷം നീ ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത 2 പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഈ കണ്ട അതിനുശേഷം വന്ന CBI മാറ്റി നിർത്തിയാൽ മറ്റൊരു പടത്തിലും ഞാനില്ലേ 8ഓളം പടമുണ്ട്, 8 പടമുണ്ട്, ഞാൻ അഭിനയിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അവസരം കിട്ടാൻ ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടാൻ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടന്നാൽ അവസരം കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന, ഇന്ത്യയിലുള്ള ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും അവിടെയുള്ള ആൾക്കാർ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരാൾ എന്തോ കാരണം കൊണ്ട് എനിക്കൊരു മാർജിൻ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വരച്ച് തന്നത് ഞാൻ വളരെ ഗംഭീരമായി സന്തോഷത്തോടു കൂടി എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെ ആസ്വദിക്കുന്നു. അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. ഈ മമ്മൂക്ക ഈ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ എവിടേക്ക് ഇരുന്നാലും പിഷാരടി ഒരുമിച്ചുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി ആയിരിക്കും. നമ്മളൊക്കെ കാണുന്ന ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന പിഷാരടി. എത്ര വലിയ ആളുകളുണ്ട് ഈ പിഷാരടി അരികത്തുണ്ടാവും. നിങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചതും അത്രമാത്രം ഇഷ്ടം മമ്മൂക്കാക്ക് പിഷാരടിയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഞാൻ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞു. ഞാനത് അന്വേഷിച്ചിട്ടില്ല. ഞാനത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഞാനത് കൃത്രിമമായിട്ട് ചെയ്തു തുടങ്ങും. നമുക്ക് ഇഷ്ടം കൂടുതൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അത് കൃത്രിമമായിട്ട് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല, അത് അന്വേഷിക്കേണ്ട, അത് കിട്ടിയത് ഭാഗ്യം, അത്രേ ഉള്ളൂ എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ദിവസം ഒരു 2-3 ആർട്ടിസ്റ്റുകൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് മമ്മൂക്ക എടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ അവരെ വിളിച്ചു എടുത്തോളാൻ പറഞ്ഞു. അവരെ ഫോട്ടോ എടുത്തു കൊടുത്തു. അവരവിടെ ഇരിക്കുകയല്ലായിരുന്നു. ചോദിച്ചു. ഞാൻ അതെ, അവരെ ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല മാങ്ങയുടെ കഷ്ണം കിട്ടി, 2 കഷ്ണം അവർക്കും കൂടെ കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ, പ്രവർത്തിക്കൂ. സിനിമാ നടൻ എന്ന അഡ്രസ്സും വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകരുത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, ഇറങ്ങി പ്രവർത്തിക്കണം, എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ, ഞാൻ ആ വിഷയം വീണ്ടും എടുത്തു. അല്ല, ഇതാണ്. അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ഒരു ജീവിതാനുഭവങ്ങൾ. എത്ര വലിയ വ്യക്തിത്വമാണ്. അതിന്റെ കൂടെ നിൽക്കുന്നത് നമ്മളും റിഫൈൻഡ് ആവും. അല്ല, മമ്മൂക്കാക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരടിയെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. രാഷ്ട്രീയം വിട്ടെ, മമ്മൂക്കാടെ രാഷ്ട്രീയം ഉള്ളിലാണ്. നമുക്ക് ചോദ്യം വരുന്നുണ്ട്. മമ്മൂക്ക മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. ആ മമ്മൂക്കാടെ കൂടെ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് CPM-ന് വരെ എതിർക്കുന്ന പിഷാരടി എന്തിനു കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. സാർ, വിശാല മനസ്സുള്ളവർക്ക് ആശയപരമായ ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്, വന്നാൽ പോലും വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ വിശാല മനസ്സുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരുത്തം കോൺഗ്രസ്സുകാരനാണ്, അയ്യടാ അവൻ മറ്റവൻ, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഒരു, ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് ആരോടാ വിരോധം? അതെ അതെ, ഞാൻ ആരോടാ? ചോദ്യം വരുന്നത് ചെറിയ മനസ്സുകളിൽ നിന്നാണ്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഒരാളെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, മതപരമായ കാരണങ്ങൾ കൊണ്ട് അകറ്റി നിർത്തുവോ, കലാപരമായ കാരണങ്ങൾ? അങ്ങനെ ചെയ്യില്ല. അവരത്രയും വലിയൊരു ലെവലിൽ, അത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് അവർക്ക് അത്ര വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.